തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ല എന്ന് പറയുകയാണ് പോലീസ്. അശ്മി, അത് ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് പരിശോധിച്ചത് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെയും വോട്ട് ചേർത്തതിൽ ക്രമക്കേടുണ്ടോ എന്ന് സംബന്ധിച്ചാണ്. അതിൽ ഇദ്ദേഹം നൽകിയ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിലടക്കം പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുൻ എം പി ടി.എൻ. പ്രതാപൻ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയിന്മേലാണ് അന്വേഷണം നടന്നിരുന്നത്. ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തുന്നു. അതിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് ചേർത്തത് ചട്ടവിരുദ്ധമല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരൻ നൽകിയ പരാതിയിന്മേൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു തരത്തിലുള്ള തെളിവോ രേഖകളോ ഇല്ല എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതിനാൽ തന്നെ കേസെടുക്കാനാകില്ല, നിലവിൽ ലഭ്യമായ രേഖകൾ വെച്ച് കേസെടുക്കാനാകില്ല എന്ന് തന്നെ ടി.എൻ. പ്രതാപനെ ഔദ്യോഗികമായി തന്നെ പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇനി കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളതാണ് ടി.എൻ. പ്രതാപൻ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടർ പട്ടിക ചേർത്ത വിഷയമടക്കം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അത് നടത്തേണ്ടത് ജില്ലാ കളക്ടറാണ്, പ്രത്യേകിച്ച് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ്. അതിൽ പരാതിക്കാരനായി വരേണ്ടതും ജില്ലാ കളക്ടറാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു സാങ്കേതിക തടസ്സം പോലീസിനെ സംബന്ധിച്ചുണ്ട്. ഇനി കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താനുള്ള നീക്കത്തിലാണ് ടി.എൻ. പ്രതാപനുള്ളത്. ഹാഷ്മി.